തിരുവനന്തപുരത്ത് നവകേരള സദസ്സിന്റെ യാത്രയ്ക്ക് നേരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ പൂജപ്പുരയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ബസ് കഴക്കൂട്ടം മണ്ഡലത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ വാഹനം സ്വീകാര്യത്തെത്തുമ്പോഴാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായത്. കഴക്കൂട്ടം മണ്ഡലത്തിലേക്കുള്ള പാതയിൽ യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം പോലീസ് പ്രതീക്ഷിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ശ്രീകാര്യം ജംഗ്ഷൻ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തന്നെ ശ്രീകാര്യം ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് 15ഓളം വരുന്ന യുവമോർച്ച പ്രവർത്തകർ ഈ വഴിയുടെ സൈഡിലുള്ള ഇടുക്ക് റോഡുകളിൽ നിന്ന് ചാടി റോഡിലേക്ക് വീഴുകയായിരുന്നു. ആദ്യം മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് മുന്നിലാണ് പ്രവർത്തകർ ചാടി വീണത്. അവരെ ആ പൈലറ്റ് വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെ പിടിച്ച് മാറ്റി പോലീസ് ബസ്സിലേക്ക് കയറ്റി. പിന്നീട് മുഖ്യമന്ത്രിയുടെ ബസ് വരുമ്പോഴേക്കും ഈ പോലീസ് ബസ്സിൽ നേരത്തെ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന യുവമോർച്ച പ്രവർത്തകനായ സുനിൽ ചാടി ഇറങ്ങി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ തന്നെ നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അപ്പോഴേക്കും പോലീസ് അയാളെ പിടിച്ച് സൈഡിലുണ്ടായിരുന്ന പോലീസ് ബസ്സിലേക്ക് ചേർത്ത് നിർത്തി അവിടെ നിന്നും മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടുതൽ പ്രവർത്തകർ ഈ പൈലറ്റ് വാഹനങ്ങൾക്ക് നേരെ കരിങ്കൊടിയുമായി പാഞ്ഞെടുത്തു. അവർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. പിന്നീട് ഇവരെല്ലാം കീഴ്പ്പെടുത്തി പോലീസ് വാഹനത്തിലാക്കി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. ഏതാണ്ട് 10ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴക്കൂട്ടത്ത് നിന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് പോകുന്നത് ഇതുവഴി തന്നെയാണ്. ഈ ശ്രീകാര്യം അടക്കമുള്ള മേഖലയിൽ ഇനിയും തിരിച്ചു പോകുമ്പോൾ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടൽ പോലീസിനുണ്ട്. അതുകൊണ്ട് ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഇപ്പോൾ പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആര്യ, ശരി, അമൽ കൂടിയുണ്ട്. അമൽ, നോക്കൂ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നവകേരള സദസ്സിന്റെ സമാപനം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈ അവസാന ദിവസം വ്യാപകമായ സംഘർഷങ്ങൾ, വ്യാപകമായ പ്രതിഷേധങ്ങൾ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴൊക്കെ ജലപീരങ്കി പ്രയോഗം, അങ്ങനെ പലതും ഇന്ന് തലസ്ഥാന നഗരം കണ്ടു. സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് തലസ്ഥാനത്തുണ്ടാകുന്നത്. കൊല്ലം കഴിഞ്ഞതിന് ശേഷം നവകേരള സദസ്സ് വലിയ തോതിലുള്ള പ്രതിഷേധം നേരിടേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിലെല്ലാം പ്രതിരോധത്തിൽ ആയിപ്പോയ യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ യുവമോർച്ചയും പിന്നീടുള്ള സമയങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി പരസ്യമായി രംഗത്തിറങ്ങുന്നതാണ് കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രതിഷേധങ്ങളെല്ലാം നേരിടാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നുവെങ്കിൽ ഇന്നെന്തോ ഡിവൈഎഫ്ഐ ഒരല്പം പിൻവലിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ പരിപാടി നടന്ന കോവളം മണ്ഡലത്തിലെ വിഴിഞ്ഞത്ത് വെച്ചാണ് പരിപാടി നടന്നത്. അവിടെ പോകുമ്പോൾ പലയിടങ്ങളിൽ കരിങ്കൊടി ഉണ്ടായി. പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയതും അതോടൊപ്പം തന്നെ പോലീസുമായി നേരിട്ടുള്ള ചില തർക്കങ്ങളും കരിങ്കൊടി പ്രയോഗങ്ങളും മാത്രമാണ് ഉണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തനവുമായി ഇന്ന് ഈ രണ്ട് പരിപാടികളിലും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ നവകേരള സദസ്സിൻ്റെ സദസ്സ് നടക്കുന്ന പൂജപ്പുരയിൽ നിയമമണ്ഡലത്തിലെ പരിപാടി അവിടെയാണ് നടന്നത്. അതിന് മീറ്ററുകൾക്കിപ്പുറം മാത്രം മാറിയാണ് BJPയുടെ മാർച്ച് നടന്നത്. ആ മാർച്ചിന് നേരെയും കാര്യമായ പ്രതിഷേധങ്ങളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുന്നത് കാണുന്നതാണ്. ഇന്നതുണ്ടായില്ല. അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെ പ്രതിഷേധം ഉണ്ടായപ്പോഴും ഈ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ പ്രതിഷേധം ഉണ്ടായപ്പോഴും ആ വഴിക്ക് തൊട്ടിപ്പുറത്തായി മറുവശത്തായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്പടിച്ചിരുന്നുവെങ്കിലും അവർ കാര്യമായ പ്രകോപനത്തിലേക്ക് പോയില്ല. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിന് പിന്നാലെ പ്രവർത്തകർ അവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ അവസാന ദിവസമാണ് ഇന്നാണ് ഇതിൻ്റെ കൊട്ടിക്കലാശം. സമാപന സമ്മേളനം അല്പസമയത്തിനകം വട്ടിയൂർക്കാവിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിനാൽ തന്നെ അവസാന ദിവസം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല, ഡിവൈഎഫ്ഐക്കാരെ ഇറക്കി എന്നുള്ളതാണ് തീരുമാനം എന്ന് തോന്നുന്നു. പക്ഷേ അതിനേക്കാളും വലിയ വിവാദമാണ് മറുവശത്തുണ്ടാകുന്നത്. ഈ കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ MPമാരും MLAമാരും മുതിർന്ന നേതാക്കളും എല്ലാം ഈ ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വേദിയിലിരിക്കുമ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെയാണ് ടിയർ ഗ്യാസ് പ്രയോഗവും അതോടൊപ്പം തന്നെ ജലപീരങ്കി പ്രയോഗവും ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തണം, പന്തംകൊളുത്തി പ്രകടനം നടത്തണമെന്ന ആഹ്വാനം നടത്തിയിട്ടുണ്ട്. അത് അല്പസമയങ്ങൾക്കകം തന്നെ എല്ലായിടങ്ങളിലും ആരംഭിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആശങ്ക. എന്തായാലും സംസ്ഥാനത്തെ പ്രത്യേകിച്ച് തലസ്ഥാനത്തിൻ്റെ ക്രമസമാധാന അന്തരീക്ഷം 2 ദിവസമായി വലിയ തോതിൽ പ്രശ്നത്തിലാണ് എന്ന് പറയാതെ വയ്യ. സാധാരണക്കാരായ ആളുകൾ വെയിറ്റിംഗ് ഷെഡിലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴാണ് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നതെന്നും സംഘർഷം ഉണ്ടാകുന്നതെന്നും ആളുകൾക്ക് മനസ്സിലാകുന്നതേയില്ല. പക്ഷേ ഇന്ന് അങ്ങനെ പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളത് ആശ്വാസകരമായി. നോക്കൂ, ചാണ്ടി ഉമ്മൻ ഇന്ന് സ്കോർ ചെയ്തൊരു ദിവസം കൂടിയാണ് അമൽ. വ്യത്യസ്തമായ ഒരു പ്രതിഷേധ രീതി. പക്ഷേ ആ പ്രതിഷേധത്തിനപ്പുറം നവകേരള സദസ്സ് മുഖ്യമന്ത്രി അതിനു മുന്നിൽ കൂടെ തന്നെ കടന്നുപോയി. അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പുതുപ്പള്ളി ഹൗസിൽ നിന്നും റോഡിലേക്ക് ഏകദേശം ഒരു 100 മീറ്റർ ദൂരമുണ്ട്. അവിടെ ആ റോഡിന് സമീപത്തായി വാഹന ഗതാഗതത്തിന് ബുദ്ധിമുട്ടില്ലാതെ സൈഡിൽ ഒരു കസേരയിട്ട് കറുത്ത വസ്ത്രം അണിഞ്ഞാണ് ചാണ്ടിയിരുന്നത്. കയ്യിലൊരു കറുത്ത തോർത്തും ഉണ്ടായിരുന്നു. അപ്പോൾ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടോ എന്ന് ചാണ്ടിയോട് ചോദിച്ചപ്പോൾ കരിങ്കൊടി പ്രതിഷേധമില്ല, താനിവിടെ തനിക്കിഷ്ടമുള്ള വസ്ത്രം ഇട്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ഇല്ല, ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് താൻ ഇതിനെ കാണുന്നത്, പ്രകോപനത്തിലേക്ക് പോകാനില്ല എന്ന് പറഞ്ഞ് ചാണ്ടിയോടെ പ്രതിഷേധത്തിനിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം വരാൻ വൈകിയപ്പോൾ ആദ്യം നമ്മൾ കരുതി വാഹനത്തിൻ്റെ റൂട്ട് മാറ്റി എന്നുള്ളത്. പക്ഷേ പിന്നീട് വാഹനം
വാഹനം അതുവഴി തന്നെയാണ് കടന്നുപോയത്. ജഗതിയിൽ നിന്നും പൂജപ്പുരയിലേക്ക് കടന്നു പോകുന്ന വഴിക്കിടെയാണ് ഉമ്മൻചാണ്ടിയുടെ വീട്, അതായത് പുതുപ്പള്ളി ഹൗസ്, ചാണ്ടി ഇപ്പോൾ താമസിക്കുന്ന വീട്, ആ വഴിക്ക് മുന്നിലൂടെ കടന്നാണ് മുഖ്യമന്ത്രി പോയത്. ചാണ്ടി ഇവിടെ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നത് മുഖ്യമന്ത്രി കാണുകയും ചെയ്തു വാഹനത്തിലിരുന്ന്. അങ്ങനെ വാഹനം കടന്നുപോയി. ഏകദേശം അരമണിക്കൂർ സമയത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റോഡിന് അപ്രോവശത്തായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ തോതിൽ തമ്പടിച്ചിരുന്നു. ഈ നവകേരള സദസ്സിന്റെ നിയമമണ്ഡലത്തിലെ പരിപാടി നടക്കുന്ന പൂജപ്പുരയിലെ ആ സ്റ്റേഡിയവുമായി വളരെ കുറച്ച് ദൂരം മാത്രം, നടന്നാൽ 2-3 മിനിറ്റ് കൊണ്ട് അവിടെ എത്താവുന്ന അത്ര ദൂരം മാത്രമാണ് ചാണ്ടിയുടെ പ്രതിഷേധം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയും കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും എല്ലാം പ്രവർത്തകർ സമാധാനം പാലിച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ വലിയ സന്നാഹവും ഉണ്ടായിരുന്നു. ശരി.